മണിപ്പൂരിൽ ഇപ്പോൾ രാഷ്ട്രപതി ഭരണമാണ്. അത് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ശക്തമായി ഫോഴ്സ് ചെയ്ത് ഭരണഘടന സസ്പെൻഡ് ചെയ്തുകൊണ്ടൊന്നുമല്ല അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് മണിപ്പൂരിലുള്ള ബി.ജെ.പി സർക്കാർ അവിടെ രാജിവെച്ചതുകൊണ്ടാണ് രാഷ്ട്രപതി ഭരണം അവിടെ ഏർപ്പെടുത്തിയത്. അതിനുശേഷം മണിപ്പൂരിൽ ഒരു ശുദ്ധികലശം നടക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ മണിപ്പൂർ ഏകദേശം ക്ലീൻ ആയി എന്ന് തോന്നിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ബി.ജെ.പി അവിടെ സർക്കാർ രൂപീകരിക്കാനായി അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം വീണ്ടും ശക്തമായി ബി.ജെ.പി ഉന്നയിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ NDA MLA-മാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് അവകാശവാദം ഉന്നയിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ബി.ജെ.പി മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്ന് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിട്ട് ഒരുപാട് നാളായില്ല. അതിനുശേഷം അവിടെ ഒരു ശുദ്ധികലശം നടന്നു. ഇപ്പോഴിതാ വീണ്ടും ബി.ജെ.പി ഭരണം അവിടെ വരുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ബി.ജെ.പി നേതൃത്വത്തിലുള്ള NDA-യിലെ 10 MLA-മാർ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ഇംഫാലിലെ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. ഈ 10 MLA-മാരിൽ 8 പേർ ബി.ജെ.പിയിൽ നിന്നും ഒരാൾ NPP-യിൽ നിന്നും ഒരു സ്വതന്ത്ര MLA-യും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ നിങ്ങളെ യൂട്യൂബ് വയലേഷൻ ഇല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നതാണ്. എന്ത് തന്നെയായിരുന്നാലും മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഒരു കത്തും എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനവും സാധാരണ നിലയും ഉറപ്പാക്കാൻ ഒരു ജനകീയ സർക്കാർ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് 21 MLA-മാർ നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതിയിരുന്നു. 13 ബി.ജെ.പി അംഗങ്ങളും 3 NPP അംഗങ്ങളും 2 സ്വതന്ത്ര അംഗങ്ങളും കത്തിൽ ഒപ്പുവെച്ചു. സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ലയെ കണ്ട MLA-മാർ 44 MLA-മാരുടെ പിന്തുണയാണ് ഇപ്പോൾ തങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. മണിപ്പൂരിൽ ആകെ 60 സീറ്റുകളാണുള്ളത്. ഇതിൽ 44 MLA-മാർ ബി.ജെ.പിയുടെ കൂടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഗവർണറോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. മണിപ്പൂർ നിയമസഭയിലാകെ 60 സീറ്റുകളുണ്ടെങ്കിലും സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് 31 ആണ് എന്നുള്ളത് മാത്രമാണ്. അവിടെയാണ് 44 MLA-മാർ ഞങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞ് ബി.ജെ.പി ഇപ്പോൾ ഈ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.